ISL സീസൺ അവസാനിക്കാനിരിക്കെ പ്രതീക്ഷയുടെ ബാഗ് പാക്ക് ചെയ്ത് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയ്ക്കെതിരെ ഇറങ്ങുകയാണ്. ഈ കളി ജയിച്ച് പ്ലേ ഓഫ് പ്രതീക്ഷ അണയാതെ നോക്കുകയാണ് ടീമിന്റെ ലക്ഷ്യം. FC ഗോവയ്ക്കെതിരെ 21ാം റൗണ്ട് മത്സരം കളിക്കാനിറങ്ങുകയാണ് ബ്ലാസ്റ്റേഴ്സ്. ഇനി 4 കളികൾ കൂടിയാണ് ISL ലീഗ് പോരാട്ടങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അവശേഷിക്കുന്നത്. 4ൽ 4ഉം ജയിച്ചാൽ അവസാനം 24 മത്സരങ്ങളിൽ 36 പോയിന്റിലെത്താം. 1ൽ പരാജയപ്പെട്ടാലും 33 പോയിന്റ് വരെ പിടിക്കാനും അവസരമുണ്ട്. ഇപ്പോൾ 20 മത്സരങ്ങളിൽ 7 ജയത്തോടെ 24 പോയിന്റുമായി 8ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. ഇനിയുള്ള മത്സരങ്ങൾ ഗോവ, ജംഷഡ്പൂർ, മുംബൈ, ഹൈദരാബാദ് എന്നിവരുമായിട്ടാണ്. ഇതിൽ 2 മത്സരങ്ങൾ കൊച്ചിയിലാണെന്നത് ആശ്വാസമാണ്. അവസാന മത്സരം ഹൈദരാബാദിനെതിരെ എവേ ഗ്രൗണ്ടിലും. മറ്റു ടീമുകളുടെ ജയപരാജയങ്ങൾ കൂടി തുളച്ചെങ്കിൽ മാത്രമേ ഇനി ബ്ലാസ്റ്റേഴ്സിന് സാധ്യതയുള്ളൂ. കരുത്തരായ മോഹൻ ബഗാനെതിരായ കഴിഞ്ഞ കളിയിൽ 3 ഗോളിന് ഹോമിൽ പരാജയപ്പെട്ടു നിൽക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ്. ഗോവ നിലവിൽ പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്താണ്. കൊച്ചിയിൽ നടന്ന ആദ്യ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ 1-0 ഗോവ പരാജയപ്പെടുത്തിയിരുന്നു. പോയിന്റ് ടേബിൾ 2ാം സ്ഥാനക്കാരും കരുത്തരുമായ ഗോവയ്ക്ക് പേടിക്കാനൊന്നുമില്ലെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് നഷ്ടപ്പെടാൻ ഏറെയാണ്. മോഹൻ ബഗാനൊപ്പം ഷീൽഡ് സ്വപ്നം കണ്ടാണ് ഗോവയുടെ കളി. അതിനായി ഇനിയുള്ള 4 കളികളിലും ഗോൾ ഡിഫറൻസ് മെച്ചപ്പെടുത്തുകയാണ് ഗോവയുടെ ലക്ഷ്യവും. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിനെതിരെ ഒരു ദയെ ഗോവയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. ഗോവയ്ക്കെതിരെ ഇറങ്ങുമ്പോൾ ഫിറ്റ്നസ് വീണ്ടെടുത്ത് നോവ സദു ഈ ടീമിലേക്ക് തിരിച്ചെത്തുമോ എന്ന് വ്യക്തമല്ല. ഖോമ പെപ്രയും ജെസൂസ് ഹിമിനസും മുന്നേറ്റ നിരയെ നയിക്കും. സസ്പെൻഷനിലായ ഡിഫൻഡർ ഹോമി പാമിന് പകരം ബികാഷ് യൂനം കളിച്ചേക്കും. കാലിന് പരിക്കേറ്റ ഗോൾ കീപ്പർ സച്ചിൻ സുരേഷിന് പകരം ഗോവക്കാരൻ നോറ ഫെർണാണ്ടസോ ഒഡീഷ FCയിൽ നിന്നെത്തിയ കമൽജിത്തോ ആകും ഇന്ന് ഗോൾവല കാക്കുക. നിർണായക മത്സരമാണെങ്കിലും അതിന്റെ സമ്മർദ്ദമില്ലാതെ സ്വാഭാവിക അറ്റാക്കിംഗ് ഗെയിമായിരിക്കും ഗോവയ്ക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് കളിക്കുകയെന്ന് പരിശീലകൻ TG പുരുഷോത്തമൻ പറയുന്നു. എന്നാൽ ഇതുവരെ ഫറ്റോർദയിൽ കേരളം ഗോവയെ പരാജയപ്പെടുത്തിയിട്ടില്ല. തുടർച്ചയായ 4ാം വർഷവും പ്ലേ ഓഫ് യോഗ്യത എന്നത് യാഥാർത്ഥ്യമാക്കാൻ ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിന് ചാൻസ് നിലനിൽക്കുന്നു. ഇനി മുന്നിലുള്ള കളികളിലും കണക്കിലും അടുത്തെറ്റാതെ മുന്നേറാൻ കഴിഞ്ഞാൽ അത് സാധ്യമാവുകയും ചെയ്യും. അവസാന മത്സരങ്ങൾ 2ഉം കൽപ്പിച്ചുള്ള ഒരു പോരാട്ട രീതി കാഴ്ചവെക്കാൻ ലൂണയ്ക്കും സംഘത്തിനും സാധിച്ചാൽ ആ അത്ഭുത നേട്ടം ബ്ലാസ്റ്റേഴ്സിന് കൈവരിക്കാം.